ഇന്ന് നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ട് കമ്പം, അവിടെ അടുത്തുള്ള ശനീശ്വര ക്ഷേത്രത്തിലാണ്. ഇന്നലെ വന്ന് ഞങ്ങൾ റൂമൊക്കെ എടുത്ത് തങ്ങി. രാവിലെ 4 മണിക്ക് അമ്പലം തുറക്കുമെന്ന് പറഞ്ഞ് നേരത്തെ കുളിച്ച് ഇറങ്ങി. ഇന്നലെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഈ സൈഡിലൊന്നും ഒരു കടയും ഇങ്ങനെയുള്ള കടകളൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ കടകൾ. രാവിലെ ആയപ്പോൾ നല്ല ആൾ. 4 മണിയാകുമ്പോൾ അമ്പലം തുറക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ടൈം 4 മണിയായി. അവിടെ തുറന്നിട്ടുണ്ട് അമ്പലം. ഇനി അകത്തേക്ക് കയറി അവിടുത്തെ ദൈനംദിന കാഴ്ചകളൊക്കെ നോക്കാം. शनीश्वर अष्टोत्तरशतनामावली। ॐ शनैश्चराय नमः। ॐ शान्ताय नमः। ॐ सर्वाभीष्टप्रदायिने नमः। ॐ शरण्याय नमः। ॐ वरेण्याय नमः। ॐ सर्वेशाय नमः। ॐ सौम्याय नमः। ॐ सुरवन्द्याय नमः। ॐ सुरलोकविहारिणे नमः। ॐ सुखासनोपविष्टाय नमः। ॐ सुन्दराय नमः। ॐ घनाय नमः। ॐ घनरूपाय नमः। ॐ घनाभरणधारिणे नमः। ॐ घनसारविलेपाय नमः। ॐ खद्योदाय नमः। ॐ मन्दाय नमः। ॐ मन्दचेष्टाय नमः। ॐ महनीयगुणात्मने नमः। ॐ मर्त्यपावनपादाय नमः। ॐ महेशाय नमः। ॐ छायापुत्राय नमः। ॐ शर्वाय नमः। ॐ शततूणीरधारिणे नमः। ॐ चरस्थिरस्वभावाय नमः। ॐ अचञ्चलाय नमः। ॐ नीलवर्णाय नमः। ॐ नित्याय नमः। ॐ नीलाञ्जननिभाय नमः। ॐ नीलाम्बरविभूषाय नमः। ॐ निश्चलाय नमः। ॐ वेद्याय नमः। ॐ विधिरूपाय नमः। ॐ विरोधाधारभूमये नमः। ॐ वेदास्पदस्वभावाय नमः। ॐ वज्रदेहाय नमः। ॐ वैराग्यदाय नमः। ॐ वीराय नमः। ॐ वीतरोगभयाय नमः। ॐ विपत्परम्बरेशाय नमः। ॐ विश्ववन्द्याय नमः। ॐ गृध्रवाहाय नमः। ॐ गूढाय नमः। ॐ कूर्माङ्गाय नमः। ॐ कुरूपिणे नमः। ॐ कुल्सिताय नमः। ॐ गुणाढ्याय नमः। ॐ गोचराय नमः। ॐ अविद्यामूलनाशाय नमः। ॐ विद्याविद्यस्वरूपिणे नमः। ॐ आयुष्यकारणाय नमः। ॐ आपदुद्धर्त्रे नमः। ॐ विष्णुभक्ताय नमः। ॐ वशिने नमः। ॐ विविधागमवेदिने नमः। ॐ विधिस्तुत्याय नमः। ॐ वन्द्याय नमः। ॐ विरूपाक्षाय नमः। ॐ वरिष्ठाय नमः। ॐ गरिष्ठाय नमः।
ॐ वज्राङ्कुशधराय नमः। ॐ वरदाभयहस्ताय नमः। ॐ वामनाय नमः। ॐ ज्येष्ठापत्नीसमेताय नमः। ॐ श्रेष्ठाय नमः। ॐ मितभाषिणे नमः। ॐ कष्टौघनाशकर्त्रे नमः। ॐ पुष्टिदाय नमः। ॐ स्तुत्याय नमः। ॐ स्तोत्रगम्याय नमः। ॐ भक्तिवश्याय नमः। ॐ भानवे नमः। ॐ भानुपुत्राय नमः। ॐ भव्याय नमः। നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തതും തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ആദ്യത്തതും ഏഷ്യയിലെ തന്നെ അതിപ്രമുഖമായ ശനീശ്വര ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്വയംഭൂ വിഗ്രഹമാണ്. ഇതിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ട്. ഇത് 3 ഖണ്ഡായിട്ടാണ് കാണുന്നത്. ഇതൊരു കുടുംബക്കാരുടെ കയ്യിലായിരുന്നു. 1928 ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെമ്പ് പട്ടയം പതിച്ച ക്ഷേത്രങ്ങളിലൊന്നാണ്. അതിന് പ്രകാരം ഏകദേശം 800 വർഷം പഴക്കമുണ്ട് എന്നാണ് അവർ സാക്ഷ്യപ്പെടുന്നത്. അതിനും മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ മരം ഇതിനേക്കാളും ചെറിയ ഇലയുള്ള ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ശനീശ്വര ഭഗവാന്റെ വിഗ്രഹം ആദ്യമായി കണ്ടെത്തിയത്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച 2026 ജനുവരി മാസം ഏറ്റവും അവസാനത്തെ ആഴ്ചയാണ് കുടുംബക്കാരുടെ കയ്യിൽ തിരിച്ചത്. ഇത് ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. ഇത് ഇപ്പം അത് കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒരു ഇതുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇത് കേസ് കളിച്ച് സുപ്രീം കോടതിയിൽ വരെ കേസ് പോയിട്ട് ഇപ്പോൾ അവരുടെ കുടുംബക്കാരിൽ 6 തലക്കെട്ട്, അതായത് 6 കുടുംബക്കാർ, ഒരു കുടുംബത്തിൽ 6 തലക്കെട്ടെന്ന് പറയും. ആ തലക്കെട്ടിലുള്ള ആളുകളിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് തിരിച്ചെത്തിയത്. ഇത് 7 ദിവസമായിട്ടേ ഉള്ളൂ ഈ ക്ഷേത്രം ഇവരുടെ കയ്യിൽ തിരിച്ചെത്തിയത്. ॐ तामसाय नमः। ॐ अशेषजलवन्द्याय नमः। ॐ विशेषफलदायिने नमः। ॐ वशीकृतजनेशाय नमः। ॐ पशूनां पतये नमः। ॐ खेचराय नमः। ॐ खगेशाय नमः। ॐ घननीलाम्बराय नमः। ॐ काठिन्यमानसाय नमः। ॐ आर्यगणस्तुत्याय नमः। ॐ നീലഛത്രായ നമഃ. ശനീശ്വര ക്ഷേത്രത്തിലെ കാവൽ ദൈവമായ സോനാമുസ് കരുപ്പസ്വാമി എന്ന് പറയുന്ന അതിഭയങ്കര ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ കറുപ്പുസ്വാമിയാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറുപ്പുസ്വാമിയുടെ വലതുവശത്തായിട്ട് ഏകദേശം ഒരു മൺകുടത്തിന്റെ അവിടെ അസ്ഥിയൊക്കെ ഒഴുക്കാനെടുക്കുന്ന ആ മൺകുടത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയൊരു കുളമുണ്ട്. അതിൽ എല്ലാ വർഷവും ഉത്സവത്തിന് കർക്കിടക മാസത്തിലാണ് ഉത്സവം. കർക്കിടക മാസത്തിലെ എല്ലാ ശനിയാഴ്ചയുമാണ് ഇവിടെ ഉത്സവമായിട്ട് നടത്തുന്നത്. 4 ശനിയാഴ്ചയും അതിഭയങ്കരമായ തിരക്കായിരിക്കും. ഇതിൻ്റെ വലസൈഡിൽ ഒരു ചെറിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അകത്ത് ഏകദേശം കഴിഞ്ഞ വർഷം 3000 ലിറ്റർ കുപ്പി ആണ് കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് വെച്ച് ഒഴിക്കുന്നതെന്ന് അറിയാറുമില്ല. അതിൻ്റെ മണമൊക്കെ പുറത്ത് വരാറുമില്ല. രാത്രി കാലങ്ങളിൽ ഇതേപോലെ കരിച്ചു വന്നിരിക്കുകയാണെങ്കിൽ അകത്തുനിന്ന് ശബ്ദം കേൾക്കാറുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ॐ निर्गुणाय नमः। ॐ गुणात्मने नमः। ॐ निरामयाय नमः। ॐ निन्द्याय नमः। ॐ वन्दनीयाय नमः। ॐ धीराय नमः। ॐ दिव्यदेहाय नमः। ॐ दीनार्तिहरणाय नमः। ॐ दैन्यनाशकराय नमः। ॐ आर्यगण्याय नमः। ॐ क्रूराय नमः। ॐ क्रूरचेष्टाय नमः। ॐ कामक्रोधकराय नमः। ശനീശ്വര ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതിന് മുമ്പായിട്ട് ഈ നമ്മുടെ പമ്പാറ് അല്ലെങ്കിൽ അതിനുള്ളിലായിട്ട് കാണുന്ന ഈ നദിയിൽ നമ്മുടെ പമ്പാറിന് തുല്യമായിട്ട് അവർ കാണുന്നതാണ് ഈ നദി. ഈ നദിയിൽ കുളിച്ചിട്ട്
കുളിച്ച വസ്ത്രം മൊത്തം ഒഴുകി കളഞ്ഞിട്ട് അതിൽ കയറി നമ്മുടെ എള്ളിൻ്റെ വഴിപാടുണ്ട്. ഒരു കാക്കേനെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവ്വ ശനിദോഷവും ഒഴിഞ്ഞു മാറി ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ സാക്ഷ്യപ്പെടുന്നത്. ആദ്യ ശനിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ട് പറയുന്നത്. അതിഭയങ്കരമായ രീതിയിലുള്ള ആളുകളും തമിഴ്നാട്ടിൽ തന്നെ വരുമാനത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ ശബരിമലയിൽ എന്നതുപോലെ തന്നെ വരുന്ന ആളുകൾ വസ്ത്രം ഇവിടെ ഉപേക്ഷിക്കുന്ന ഒരു പതിവുണ്ട്. ഈ വസ്ത്രം തമിഴ്നാട്ടിലെ പല മാർക്കറ്റുകളിലും കാരണായ നമഃ. ഓം പരിപോഷിത ഭക്തായ നമഃ. ഓം പരഭീതിഹരായ നമഃ. ഓം ഭക്തസംഘ മനോഭീഷ്ടഫലദായ നമഃ. ഇതി ശനി അഷ്ടോത്തരശതനാമാവലി സമ്പൂർണം. തേനി ജില്ലയിലെ കമ്പത്തിനടുത്തുള്ള ചിന്നമന്നൂർ ദേശത്തിലെ ആണ് കൊച്ചന്നൂർ ശനീശ്വര ക്ഷേത്രം. കേരളത്തിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്നത് കുമ്മടി, കമ്പം, ഓം ശനൈശ്ചരായ 22 കിലോമീറ്റർ 33 മിനിറ്റ് ബൈപ്പാസിൽ നിന്ന് കറക്റ്റ് ചിന്നമന്നൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 4 കിലോമീറ്ററിൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാവുന്നതാണ്. ഇവിടുത്തെ വിശേഷ ദിവസം ശനിയാഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനും ഉഴുന്ന് ആറ്റിന് കളയാനും എള്ള് നിവേദ്യം, ഉള്ളുകൊണ്ടുള്ള ദീപം ഇതെല്ലാം സമർപ്പിക്കാനാണ് വിശേഷമായിട്ട്. ഓം ഭക്തസംഘ മനോഭീഷ്ടഫലദായ നമഃ. ഇതി ശനി അഷ്ടോത്തരശതനാമാവലി സമ്പൂർണം.